ദുബായിലെ ഏറ്റവും ബെസ്റ്റ് IPO ആണ് ഇപ്പോൾ റിലീസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ദുബായിയുടെ ഭരണാധികാരിയും UAEയുടെ വൈസ് പ്രസിഡന്റും UAEയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിൻ്റെ കമ്പനി ആയിട്ടുള്ള ദുബായ് ഹോൾഡിങ്ങിൻ്റെ അണ്ടറിൽ വരുന്ന ദുബായ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റിൻ്റെ IPO ആണ്. ഇൻഷാ അല്ലാ ഈ വരുന്ന മെയ് 13 മുതൽ മെയ് 20 വരെ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്നത്. എന്താണ് ദുബായ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ്? ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നമ്മുടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിൻ്റെ കമ്പനിയാണ് ദുബായ് ഹോൾഡിംഗ്. ഇത് വലിയൊരു കമ്പനിയാണ്. ഇതിൻ്റെ അണ്ടറിലായിട്ട് സബ്സിഡറീസ് ആയിട്ടുള്ള കമ്പനീസ് ഉണ്ട്. ടൂറിസം കമ്പനീസ് ഉണ്ട്, ടെക്നോളജീസ് ഉണ്ട്, മീഡിയാസ് ഉണ്ട്. നമ്മുടെ ARN നെറ്റ്വർക്കൊക്കെ ഇല്ലേ, ഹിറ്റ് FM ഒക്കെ വരുന്നത്, അതൊക്കെ ഈ കമ്പനിയുടെ അണ്ടറിൽ വരുന്നതാണ്. ഇതിൽ ഒരു കമ്പനിയാണ് ദുബായ് ഹോൾഡിംഗ് അസറ്റ് മാനേജ്മെൻറ്റ്, DHAM. DHAMൻ്റെ അണ്ടറിൽ വരുന്ന ഒരു കമ്പനിയാണ് ദുബായ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ്. ദുബായ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റിൻ്റെ IPO ആണ് ഇപ്പോൾ റിലീസ് ചെയ്യാൻ പോകുന്നത്. ഈ കമ്പനി എന്താണ് ചെയ്യുന്നത്? ഇവർക്ക് ദുബായിൽ ഏകദേശം 35,700 അപ്പാർട്ട്മെൻറ്റ്സും വില്ലാസും ടൗൺ ഹൗസസൊക്കെ ഉണ്ട്. 21 കമ്മ്യൂണിറ്റിയാണ്. ഈ കാണുന്ന 21 കമ്മ്യൂണിറ്റി വരുന്നത് ദുബായ് റിറ്റിൻ്റെ അണ്ടറിലാണ്. ഇവർ ബേസിക്കലി ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങിച്ചിട്ട് ആ ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ചിട്ട് പുതിയ ഫ്ലാറ്റും വില്ലാസും അപ്പാർട്ട്മെൻറ്റ്സും ഒക്കെ പണിയും, അത് റെൻ്റ് ഔട്ട് ചെയ്യും. അതിൻ്റെ പ്രോഫിറ്റ് ഈ വരുന്ന ഇൻവെസ്റ്റേഴ്സിനൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. നിങ്ങൾക്ക് UAEയിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ മാനേജ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതാണ് ബെസ്റ്റ് ടൈം. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ തന്നെ ആ പ്രോപ്പർട്ടി വാങ്ങിക്കും, ഇവർ തന്നെ അത് മാനേജ് ചെയ്യും, ഇവർ തന്നെ അതിൻ്റെ റെൻറ്റ് കളക്ട് ചെയ്യും. നിങ്ങൾക്ക് അതിൻ്റെ പ്രോഫിറ്റ് നല്ലപോലെ കിട്ടുകയും ചെയ്യും. ഞാൻ ചെയ്ത റിസർച്ചിൽ എനിക്ക് മനസ്സിലായത് 2024 റിറ്റിൻ്റെ പ്രോഫിറ്റ് വരുന്നത് 2,513 കോടി രൂപയാണ്. സോ ഡെഫിനറ്റ്ലി ഇത് നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഞാനും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഇനി ഇതെങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടത്? ആദ്യം നിങ്ങൾക്ക് ഒരു DFMൽ അക്കൗണ്ടും ഇൻവെസ്റ്റർ നമ്പറും വേണം. എങ്ങനെയാണ് DFMൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്, ഇൻവെസ്റ്റർ നമ്പർ എടുക്കേണ്ടത്? കാരണം ഈ ഒരു സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്, ഈ ഷെയർ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത് ദുബായ് ഫൈനാൻഷ്യൽ മാർക്കറ്റിലാണ്. അതിൻ്റെ ഒരു ഇൻവെസ്റ്റർ നമ്പർ മസ്റ്റായിട്ട് നിങ്ങൾ എടുത്തിരിക്കണം. ഈ കാണുന്ന എൻ്റെ പ്രൊഫൈലുള്ള തലബാത്തിൻ്റെ വീഡിയോയുടെ സമയത്ത് ഞാൻ എങ്ങനെയാണ് DFM ഇൻവെസ്റ്റർ നമ്പർ എടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റർ നമ്പർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇൻവെസ്റ്റർ നമ്പർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഈ കാണുന്ന ഏതെങ്കിലും ഒരു ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ തുറന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ നിങ്ങൾക്ക് IPO ഒന്ന് കാണാൻ കഴിയും. IPO ക്ലിക്ക് ചെയ്യുക. നോർമലി മിനിമം 5,000 ദിറംസ് ആണ് IPOയുടെ വാല്യൂ വരുന്നത്. ഇതും അതുപോലെ തന്നെ ആയിരിക്കും. ആ ഡീറ്റെയിൽസൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ ഞാൻ സ്റ്റാറ്റസും സ്റ്റോറി ആക്കിയിട്ടും വെക്കുന്നുണ്ട്. സോ ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം. ഞാൻ എന്തായാലും IPO റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെയാണിത് ഞാൻ പർച്ചേസ് ചെയ്യുന്നത് എന്ന് റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും.